بسم الله الرحمن الرحيم الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما آتاكم الرسول فخذوا وما نهاكم عنه فانتهوا صدق الله مولانا الكريم. ബഹുമാനികളായ കാരണവന്മാരെ, സുഹൃത്തുക്കളെ, ഈ പുണ്യമായ ദിനത്തിൽ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഒരുമിച്ചുകൂടി അള്ളാഹു തല സൽക്കർമ്മമായി സ്വാലിഹായ അമലായി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ബഹുമാനികളെ, റബീഉൽ അവ്വൽ മാസം ആരംഭിക്കാൻ പോവുകയാണ്. അതിനു മുമ്പ് തന്നെ വഹാബികൾ ഓരോ നുണകൾ, പച്ചക്കള്ളങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്ത് സത്യവിശ്വാസികളുടെ മനസ്സുകളിൽ അങ്കലാപ്പുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ചെറുതായി ഒന്ന് ആ വിഷയത്തെ വിശകലനം ചെയ്യാം. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല പറയുന്നത്, വമാ അതാകുമുർ റസൂലു ഫഖുദു, റസൂലുള്ളാഹി തങ്ങൾ നിങ്ങളോട് കൽപ്പിച്ചത് നിങ്ങൾ മുറുകെ പിടിക്കുക. അതൊന്നുകിൽ നിർബന്ധമായിരിക്കും, അല്ലെങ്കിൽ സുന്നത്തായിരിക്കും. വമാ നഹാക്കും മൻഹു, അള്ളാഹുവിൻ്റെ പ്രവാചകർ നിങ്ങൾക്ക് നിരോധിച്ച, തടഞ്ഞ കാര്യങ്ങൾ ഒന്നുകിൽ ഹറാമായിരിക്കും, അല്ലെങ്കിൽ കറാഹത്തായിരിക്കും. ഫന്തഹു, അത് നിങ്ങൾ വർജിക്കുകയും ചെയ്യുക എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നു. എന്നാൽ ഈ ആയത്തിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് നമ്മൾ ചിന്തിച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൽപ്പിക്കാത്തതും നിരോധിക്കാത്തതുമായ ഒരുപാട് കാര്യങ്ങൾ ഈ 14 നൂറ്റാണ്ടുകൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്, ഇനി ഉണ്ടാവുകയും ചെയ്യും. അല്ല, നബിയോട് കൂടെ എല്ലാം അവസാനിച്ചു, ഇനി നബിൻ്റെ ശേഷം പുതിയതൊന്നും ഉണ്ടാകാൻ പാടില്ല, ഉണ്ടാകുന്നതൊക്കെ ഹറാമാണ് എന്നൊരാൾ പറഞ്ഞാൽ അവൻ ഇസ്ലാമിൻ്റെ അടിത്തറ തന്നെ പൊളിഞ്ഞവനാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും സ്വഹാബത്തിനും ശേഷം ലോകത്തുണ്ടാകുന്ന കുറേ കാര്യങ്ങൾ നല്ലതുണ്ടാകും, കുറേ കാര്യങ്ങൾ ചീത്തയുണ്ടാകും, കുറേ കാര്യങ്ങൾ പറ്റാവുന്നതുണ്ടാവും, കുറേ കാര്യങ്ങൾ പറ്റാത്തതുണ്ടാവും, സ്വാഭാവികം. എന്ന് വെച്ച് അതൊക്കെ മുഹദസത്തായി തള്ളണമോ അതോ സ്വീകരിക്കണമോ എന്നുള്ളത് ഒരു ചർച്ചയാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ കാലത്ത്, പ്രവാചകരുടെ കാലത്തില്ലാത്ത കാര്യങ്ങളൊക്കെ തള്ളണം എന്നൊരു നിയമം ഇസ്ലാമിലുണ്ടോ? ഒരിക്കലും അതില്ല. അങ്ങനെ നബിയുടെ കാലത്തില്ലാത്തതൊക്കെ മുഹദസത്താണ്. കുല്ലു മുഹദസത്തിൻ ബിദ്അ, എല്ലാ മുഹദസത്തും ബിദ്അത്താണ്. കുല്ലു ബിദ്അത്തിൻ ലലാല എന്നൊരു അടിസ്ഥാനം ഇസ്ലാമിലില്ല. അത് വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ പറ്റി വന്ന ഹദീസാണ്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി തങ്ങൾ നമ്മളോട് പറയുന്ന എന്താ? നല്ലത് കണ്ടെത്തി പ്രചരിപ്പിക്കണം. റസൂലുള്ളാഹി തങ്ങളുടെ കാലത്തില്ലാത്ത നന്മകൾ ഇനിയും ഉണ്ടാവാം, അത് കണ്ടെത്തി പ്രചരിപ്പിക്കണമെന്നാണ് അള്ളാഹു നമ്മളോട്, റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുന്നത്. ഉദാഹരണത്തിന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നത്തൻ ഹസനത്തൻ, ഇസ്ലാമിൽ ആരെങ്കിലും പുതിയ ഒരു സമ്പ്രദായം, സുന്നത്തൻ ഹസനത്തൻ, നല്ല ഒരു ചര്യ നടപ്പിലാക്കിയാൽ, ഫലഹു അജ്റുഹ വ അജ്റു മൻ അമില ബിഹ, അവന് അതിൻ്റെ പ്രതിഫലവുമുണ്ട്. ഇനി ആരൊക്കെ അത് പ്രവർത്തിക്കുന്നുണ്ടോ അതിൻ്റെയൊക്കെയും പ്രതിഫലത്തിൽ നിന്ന് ഒട്ടും കുറയാതെ അതിൻ്റെ തുടക്കക്കാരനായ, അത് ആദ്യമായി ഉണ്ടാക്കിയ ആൾക്ക് അതിൻ്റെ പ്രതിഫലം കിട്ടും എന്ന് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുന്നു. ഈ ഹദീസ് വ്യാഖ്യാനിച്ചുകൊണ്ട് ഇമാം നവവി റളിയല്ലാഹു തങ്ങൾ തൻ്റെ ഷറഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തുന്നത് കാണാം. ഹാദാനിൽ ഹദീസാനി, ഇതും ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു ഹദീസും, ഈ രണ്ട് ഹദീസുകളും സ്വരീഹാനി, വളരെ വ്യക്തമാണ്. ഫിൽ ഹസ്സി അല ഇസ്തിഹ്ബാബി സുന്നിൽ ഉമൂരിൽ ഹസന, നല്ല കാര്യങ്ങൾ കണ്ടെത്തി നടപ്പിലാക്കൽ സുന്നത്താണ്, പുണ്യകർമ്മമാണ് എന്നതിൻ്റെ പേരിൽ പ്രേരിപ്പിക്കുന്ന വ്യക്തമായ തെളിവാണ്, വ്യക്തമായ പ്രമാണമാണ് ഈ ഹദീസുകൾ. സവാഉൻ കാന ദാലിക തഅലീമ ഇൽമിൻ, ആ പുത്തൻ ആചാരം അത് ഇൽമ് പഠിപ്പിക്കലാവട്ടെ, ഔ ഇബാദത്തൻ, അല്ലെങ്കിൽ ഒരു പുതിയൊരു ഇബാദത്ത്, നബിയുടെ കാലത്തില്ലാത്ത, സ്വഹാബത്തിൻ്റെ കാലത്തില്ലാത്ത, താബികളുടെ കാലത്തില്ലാത്ത, 2025 ഒരു പുതിയ ഇബാദത്താവട്ടെ, ഔ അദബൻ, അല്ലെങ്കിൽ ഒരു സംസ്കാരമാവട്ടെ,
ഔ ഗൈറദാലിക, അല്ലെങ്കിൽ ഇതല്ലാത്ത എന്തെങ്കിലും ആവട്ടെ, എന്തായാലും നബിയുടെ കാലത്തില്ലാത്ത നല്ല കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ കണ്ടെത്തി പ്രചരിപ്പിച്ചാൽ അതിൻ്റെ കൂലി മാത്രമല്ല, ഇനി ആരൊക്കെ അത് ഖിയാമത്ത് വരെ ചെയ്യുന്നുണ്ടോ അതിൻ്റെയൊക്കെ പ്രതിഫലം ആ തുടക്കക്കാരന് കിട്ടുമെന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ ഈ ഹദീസുകൾ വ്യക്തമായി ബോധ്യപ്പെടുത്തുന്നു എന്ന് ഷറഹ് മുസ്ലിം 2-ാം വാള്യം 341 പേജിൽ ഇമാം നബവി റളിയല്ലാഹു അൻഹു തങ്ങൾ രേഖപ്പെടുത്തുന്നത് കാണാം. അപ്പൊ അതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും ഒരു മുഹദ്ദസത്ത് എന്ന് കേട്ടു, അല്ലെങ്കിൽ നബിയുടെ കാലത്ത് ഇല്ലാത്തത് എന്ന് കേട്ടു, സ്വഹാബത്ത് ചെയ്യാത്തത് എന്ന് കേൾക്കുമ്പോഴേക്ക് അങ്ങോട്ട് ചാടി ഇളകുകയാണ് നമ്മുടെ പൊട്ടന്മാരായ കുറെ വഹാബികൾ. എന്ത് മണ്ടന്മാരാണ് ഈ വിഭാഗം! ആരെയാണ് ഇവർ പറ്റിക്കുന്നത്? എല്ലാ മുഹദ്ദസത്തും, ലോകത്തുണ്ടായ എല്ലാ മുഹദ്ദസത്തും എല്ലാ ബിദ്അത്തും തെറ്റാണെന്ന് ആരാണ് പറഞ്ഞത്? മുഹദ്ദസത്ത് എന്ന് കേട്ടതൊക്കെ ഹറാമാണോ? അല്ലെങ്കിൽ ബിദ്അത്ത് എന്ന് കേട്ടതൊക്കെ ഹറാമാണോ? എന്താണ് ഇതിന്റെ മാനദണ്ഡം? എവിടെയാണ് അങ്ങനെ ആരെങ്കിലും പറഞ്ഞിരിക്കുന്നത്? നോക്ക് നിങ്ങൾ, അങ്ങനെ എന്തൊക്കെ മുഹദ്ദസത്തും ബിദ്അത്തും സമുദായത്തിലുണ്ട്, ഇസ്ലാമിലുണ്ട്. നോക്ക് നിങ്ങൾ, ഇബ്നു തീമിയ അദ്ദേഹത്തിന്റെ ഇഖ്തിലാഉ സിറാത്ത് മുസ്തഖീം എന്ന കിതാബിന്റെ 425 പേജിൽ പറയുന്നു, വല ബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബി മക്കത്ത. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയില് പടുത്തുയർത്തിയിട്ടില്ല മസ്ജിദൻ ഗൈറൽ മസ്ജിദിൽ ഹറാമി. മസ്ജിദുൽ ഹറാമല്ലാത്ത ഒരു പള്ളിയും നബി മക്കത്ത് ഉണ്ടാക്കിയിട്ടില്ല. ബൽ തിൽക്കൽ മസാജിദു കുല്ലുഹ, എന്ന് മാത്രമല്ല മക്കയിലുള്ള മറ്റെല്ലാ പള്ളികളും മുഹദ്ദസത്തുൻ, അതൊക്കെ പുതുതായി ഉണ്ടാക്കപ്പെട്ടതാണ്, മുഹദ്ദസത്താണ്. ആരാ ഈ പറയുന്നത്? ഇബ്നു തീമിയ പറയുന്നതാണ്. അപ്പൊ എന്താ വഹാബികളെ നിങ്ങൾ പറയുന്നത്? കുല്ലു മുഹദ്ദസത്തിൻ ബിദ്അ വ കുല്ലു ബിദ്അത്തിൻ ലലാല വ കുല്ലു ലലാലത്തിൻ ഫിന്നാർ. മക്കത്തുള്ള മസ്ജിദുൽ ഹറാമല്ലാത്ത എല്ലാ പള്ളികളും ബിദ്അത്തായതുകൊണ്ട്, മുഹദ്ദസത്തായതുകൊണ്ട് അതൊക്കെ തകർക്കണം, അതിൽ നിസ്കരിക്കാൻ പാടില്ല, അതിലേക്ക് പോകാൻ പാടില്ല, അതിൻ്റെ അടുത്ത് കൂടെ നടക്കാൻ പാടില്ല, അതൊക്കെ തച്ച് തകർക്കണം എന്നാണോ വഹാബികൾ പറയുന്നത്? എന്ത് മണ്ടന്മാരാണ് കൂട്ടരെ നിങ്ങൾ! ഇനി നോക്ക് നിങ്ങൾ, ഇബ്നു തീമിയ തന്നെ അദ്ദേഹത്തിൻ്റെ മജ്മുഉൽ ഫത്താവയുടെ 22-ാമത്തെ വാള്യം 163 പേജിൽ ഉദ്ധരിക്കുന്ന ഒന്നുകൂടി ഞാൻ വായിക്കാം. അദ്ദേഹം പറയുന്നു, കാല മാലിക്കുൻ റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞു, അമാ അലിംത, നിനക്കറിഞ്ഞുകൂടെ, അന്ന ബസ്ത സജ്ജാദത്തി, പള്ളിയിൽ ഫി മസ്ജിദിന, നമ്മുടെ പള്ളികളിൽ മുസല്ല വിരിക്കൽ, സുജൂദ് ചെയ്യാൻ വേണ്ടിയുള്ള, നിസ്കരിക്കാനുള്ള മുസല്ല വിരിക്കൽ ബിദ്അത്തുൻ, അത് അനാചാരമാണ് എന്ന് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞത് നിനക്കറിഞ്ഞുകൂടെ എന്ന് ഇബ്നു തീമിയ തൻ്റെ മജ്മുഉൽ ഫത്താവയിൽ പറയുന്നുണ്ട്. അത് ബിദ്അത്താണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സകല എല്ലാവിധ സകല സൽക്കർമ്മങ്ങളാണെന്ന് പറഞ്ഞ് ആളെ പറ്റിച്ച് വാങ്ങി വിരിച്ച മുസല്ലകളൊക്കെ ബിദ്അത്തായതുകൊണ്ട് വഹാബികൾ അവരുടെ പള്ളികളിൽ നിന്ന് വലിച്ചെറിയുമോ? ആ മുസല്ലകളൊക്കെ വലിച്ചെറിയാൻ വഹാബികൾ തയ്യാറാകുമോ? അത് ബിദ്അത്താണ് എന്ന് ഇബ്നു തീമിയന്റെ കിതാബിൽ തന്നെ ഇല്ലേ? മജ്മുഉൽ ഫത്താവിയിലുള്ളതാണിത്. അത് ബിദ്അത്താന്ന് പറഞ്ഞാൽ അതൊക്കെ എടുത്ത് വലിച്ചെറിയണം. ഒരു പള്ളിയിൽ മുസല്ല വിരിക്കാൻ പാടില്ല, മുസല്ലയിൽ നിസ്കരിക്കാൻ പാടില്ല, അതൊക്കെ മുഹ്ദസത്താണ്, ബിദ്അത്താണ്, നരകത്തിലേക്ക് ചേർക്കുന്ന കാര്യമാണ് എന്നാണോ വഹാബികളെ നിങ്ങൾ മനസ്സിലാക്കിയത്? ഇതൊക്കെ ഭാഷാപരമായ ബിദ്അത്തുകളാണെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ബിദ്അത്താണ് നബിയുടെ കാലത്ത് ഇല്ലാത്തത് എന്ന അർത്ഥത്തിൽ ഭാഷാപരമായി അതൊക്കെ ബിദ്അത്ത് തന്നെയാണ്. അതേപോലെ തന്നെ ഒരു ഭാഷാപരമായ ബിദ്അത്താണ് മൗലിദും നബിദിനാഘോഷവും. അത് ദീനിൽ ബിദ്അത്തല്ല. അത് 2026 ഉണ്ടായാലും ശരി, ഷാഫി ഇമാമ് ചെയ്തില്ലോ, ഹനഫി ഇമാമ് ചെയ്തിട്ടില്ലോ, സഹാബാക്കൾ ചെയ്തിട്ടില്ല, അതിനെന്താ കൂട്ടരെ? ഞങ്ങൾക്ക് എന്തിനാ അതിന്റെ തെളിവ്? നിങ്ങൾ ആരെയാണ് ഈ മണ്ടന്മാരാക്കുന്നത്? ഷാഫി ഇമാമ് ചെയ്തില്ല, റസൂലുള്ള ചെയ്തില്ല എന്നൊന്നും ഞങ്ങൾക്കൊരു പ്രശ്നമേ അല്ല. അൽ അമലുല്ലദീ യദുല്ലു അലൈഹിൽ കിതാബു വസുന്നത്തു. ഇബ്നു തീമിയ തന്നെ പറയുന്നുണ്ട്,
അൽ അമലുല്ലദി യദുല്ലു അലൈഹിൽ കിതാബു വസ്സുന്നത്തു, ഖുർആനും ഹദീസും അറിയിക്കുന്ന സൽക്കർമ്മം, ലൈസ ബിദ്അത്തൻ, അത് ബിദ്അത്തല്ല, ഫി ശരീഅത്തി, ശരീഅത്തിൽ ബിദ്അത്തല്ല. വഇൻ സുമ്മിയ ബിദ്അത്തൻ ഫിൽ ലുഗത്തി, ഭാഷയിൽ അതിന് ബിദ്അത്ത് എന്ന് പേര് പറഞ്ഞതുകൊണ്ട് ശരീഅത്തിൽ അത് ബിദ്അത്തൊന്നും ആകൂല എന്ന് ഇഖ്തിലാഉ സിറാത്തിന്റെ 276 പേജിൽ ഇബ്നു തൈമിയ്യ തന്നെ പറയുന്നത് കാണാം. അപ്പം അതുകൊണ്ട് അല്പമെങ്കിലും ലെവലുള്ള തലച്ചോറ് പുഴുവരിച്ചിട്ടില്ലാത്ത വഹാബികളെ, നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, തിരുനബിയുടെ വഫാത്തോടു കൂടെ അമലുൻ സ്വാലിഹ് എന്ന് പറയുന്ന കർമ്മങ്ങളുടെ പട്ടിക അവസാനിച്ചുവെന്ന് ഖുർആനിലുണ്ടോ, ഹദീസിലുണ്ടോ? വഹാബികളാണ് മറുപടി പറയേണ്ടത്. റസൂലുള്ളാഹിന്റെ കാലശേഷം ഇനി സൽക്കർമ്മങ്ങൾ പറഞ്ഞ പട്ടിക അല്ല, അത് പൂർത്തിയായി. ഇനി പുതിയ ഒരു നല്ല കാര്യവും ലോകത്തുണ്ടാവില്ല, പുതിയൊരു അമലുൻ സ്വാലിഹ് ഉണ്ടാവില്ല. നന്മ എന്ന് പറയുന്നതിൻ്റെ എല്ലാ പട്ടികയും നബിയുടെ കാലത്തോടു കൂടെ അവസാനിച്ചുവെന്ന് ഖുർആനിൽ എവിടെയാണുള്ളത്? ഹദീസിൽ എവിടെയാണുള്ളത്? ഇബ്നു തൈമിയ്യ എവിടെയാ പറഞ്ഞത്? മുഹമ്മദ് അബ്ദുൽ വഹാബ് എവിടെയാ പറഞ്ഞത്? ഷാഫി ഇമാം എവിടെയാ പറഞ്ഞത്? നിങ്ങളൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ അതൊന്നും പറഞ്ഞു തരി. വെറുതെ മനുഷ്യരെ പൊട്ടനാക്കണ ഈ പരിപാടി നിങ്ങൾ അവസാനിപ്പിച്ചുകൂടെ? ഇബ്നു തൈമിയ്യക്കോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും അങ്ങനെ ഒരു വാദമുണ്ടോ? ഒരിക്കലും ഇല്ലല്ലോ. റസൂലുള്ളാഹി തങ്ങളുടെ കാലത്തില്ലാത്ത, 2026 ഇല്ലാത്ത പുണ്യകർമ്മങ്ങൾ ഇനിയുണ്ടാവാം. അതിൽ പലതും വാജിബാകാം, അതിൽ പലതും സുന്നത്താവാം, അതിൽ പലതും ഹറാമാവാം, അതിൽ പലതും കറാഹത്താവാം, അതിൽ പലതും ജായിസാവാം. ഇതാണ് ദീനിന്റെ അസല്. വഹാബികളുടെ ദീന് 1500 കൊല്ലം മുമ്പ് കുറ്റിയേറ്റ് പോയി. ആ ദീനിന് പുരോഗതിയില്ല. ലോകത്തിന്റെ പുരോഗതിക്കൊപ്പം ഉയരാനോ ലോകത്തിന്റെ സംസ്കാരത്തെ ഉൾക്കൊള്ളാനോ കഴിയാത്ത മൊരടിച്ച മതമാണ് വഹാബികളുടെ മതം എന്നാണ് ആ പറയുന്നതിന്റെ അർത്ഥം. അത് വഹാബികളുടെ വാദമാണ്. ഇബ്നു തൈമിയ്യയ്ക്ക് പോലും അങ്ങനെ വാദമല്ല. നിങ്ങൾ കേട്ടോ, പൊട്ടന്മാരെ കേട്ടിട്ടില്ലെങ്കിൽ. അദ്ദേഹം പറയുന്നു, ഇബ്നു തൈമിയ്യ അദ്ദേഹത്തിന്റെ മജ്മുഉൽ ഫതാവിയിൽ രേഖപ്പെടുത്തുന്നത് കാണാം, ബയ്യന്ന, നമ്മൾ വ്യക്തമാക്കിയിട്ടുണ്ട്, അന്ന സുന്നത്ത, സുന്നത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? സുന്നത്ത് എന്ന് കേട്ടാൽ അപ്പൊ വഹാബികൾ പറയും അഖ്വാലുഹു അഫ്ആലുഹു വതഖ്രീറാത്തുഹു എന്നൊക്കെ. ഇത് അതൊന്നും അല്ല കൂട്ടരെ. പ്രവർത്തിച്ചാൽ കൂലിയുള്ളതും ഉപേക്ഷിച്ചാൽ കുറ്റമില്ലാത്തതുമായ കാര്യം, അതിന് സുന്നത്ത് എന്നാണ് പറയുക. അങ്ങനെയുണ്ടൊരു സുന്നത്ത് ഇപ്പോഴെങ്കിലും നിങ്ങളൊന്ന് പഠിക്കുക. അപ്പൊ സുന്നത്ത് എന്ന് പറഞ്ഞത് എന്താ? അത് നബിന്റെ വാക്ക്, നബിന്റെ പ്രവൃത്തിയൊന്നും അല്ല. മാ കാമ ദലീലു ശറഇയ്യു അലൈഹി ബി അന്നഹു ത്വാഅത്തുൻ ലില്ലാഹി വറസൂലിഹി, അള്ളാഹുവിനും അവന്റെ പ്രവാചകനും പഠിപ്പിച്ചത് പ്രകാരമുള്ള അമലും സ്വാലിഹാണത് എന്നതിൻ്റെ മേൽ ശറഇയായ ദലീല് നിലനിൽക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും സുന്നത്ത് എന്നാണ് പറയുക. പ്രവർത്തിച്ചാൽ കൂലിയുള്ളതും ഉപേക്ഷിച്ചാൽ കുറ്റമില്ലാത്തതും. അതിൽപ്പെട്ടതാണ് മൗലിദോദൽ, അതിൽപ്പെട്ടതാണ് നബിദിനാഘോഷം, അതിൽപ്പെട്ട ഒരുപാട് ആയിരക്കണക്കിന് കാര്യങ്ങളുണ്ട്. അപ്പൊ പിന്നെ നബി ചെയ്യണ്ടേ, നബി ചെയ്യാതിരിക്കണ്ടേ? അവിടെയാണ് ഇവരുടെ വാദം. ഇബ്നു തൈമിയ്യ തന്നെ അതിന് മറുപടി പറയുന്നു, സവാഉൻ ഫഅലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്താലും സമമാണ്, ഔ ഫുഇല അലാ സമാനിഹി, റസൂലുള്ളാഹിന്റെ കാലത്ത് ചെയ്തതാണെങ്കിലും സമമാണ്. റസൂലുള്ളാഹിന്റെ ഔലം യഫ്അൽഹു, അല്ലെങ്കിൽ റസൂലുള്ളാഹി തങ്ങൾ ചെയ്തിട്ടേ ഇല്ല, വലം യുഫ്അൽ അലാ സമാനിഹി, റസൂലുള്ളാഹിന്റെ കാലത്ത് വേറെ ആരും അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പൊ നബി ചെയ്തോ ചെയ്തില്ലയോ എന്ന പ്രശ്നം തന്നെ വരുന്നില്ല. അത് ഇസ്ലാമിക പ്രമാണങ്ങളോട് യോജിക്കുന്നുണ്ടോ ഇല്ലയോ? യോജിക്കുന്നുണ്ടെങ്കിൽ അത് സുന്നത്താകും, യോജിക്കുന്നില്ലെങ്കിൽ അത് സുന്നത്താകൂല. നബി ചെയ്തോ ചെയ്തില്ലയോ, സ്വഹാബത്ത് ചെയ്തോ ചെയ്തില്ലയോ എന്ന തർക്കം തന്നെ വഹാബികളുടെ മണ്ടത്തരമാണ് അറിയിക്കുന്നത്. എന്തുകൊണ്ട് നബി അത് ചെയ്തില്ല? ലിഅദമിൽ മുഖ്തദി ഹീനൈദിൻ ലിഫിഇലിഹി, ആ കാലഘട്ടത്തിൽ അത് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. ആ കാലത്ത് നബിയെ സ്നേഹിക്കാൻ മൗലൂദ് ഓതേണ്ട ആവശ്യമോ നബിദിനാഘോഷമോ വേണ്ട.
അല്ലാതെ തന്നെ റസൂലുള്ളാഹി തങ്ങളെ മനസ്സിലും കണ്ണിലും കാതിലും ചെവിയിലും നാവിലും ആകമാനം ആവാഹിച്ചെടുത്ത ഒരു വിഭാഗമാണ് സ്വഹാബത്ത്, താബീകള്. അവർ നബിയിൽ നിന്ന് അകന്നു പോയവരല്ല. അതുകൊണ്ട് അവർക്ക് നബിയെ ഓർക്കാൻ വേണ്ടി, നബിയോടുള്ള മഹബത്ത് സ്ഥിരപ്പെടുത്താൻ വേണ്ടി നബി ദിനം ആഘോഷിക്കേണ്ട ആവശ്യമില്ല, മൗലൂദ് ഓതേണ്ട ആവശ്യമില്ല. അല്ലെങ്കിലോ ഉജൂദുൽ മാനി മിൻഹു, എന്തുകൊണ്ടാണ് അവരിത് അക്കാലത്ത് ചെയ്യാതിരുന്നത്? അന്ന് ചെയ്യുന്നതിന് തടസ്സമുള്ളത് കൊണ്ടായിരിക്കാം. അങ്ങനെയുണ്ടല്ലോ ചില കാര്യങ്ങൾ. അല്ലാണ്ട് റസൂല് പറഞ്ഞില്ലേ, ലൗല നശുക്ക അലാ ഉമ്മത്തി ലഅമർതുഹും ബിസ്സിവാകി ഇൻദ കുല്ലി വുളൂ. മിസ്വാക്ക് ചെയ്യുക, പല്ല് തേക്കുക എന്നത് വലിയ പുണ്യകർമ്മമാണ്. പക്ഷെ ഞാൻ നിങ്ങളോട് നിർബന്ധപൂർവം അത് കൽപ്പിക്കാത്തത് അത് നിർബന്ധമാക്കപ്പെടുമോ എന്ന ഭയമുള്ളത് കൊണ്ടാണ്. അങ്ങനെയുള്ള നബിയെ സ്നേഹിക്കുന്ന അത്തരം പരിപാടികൾ അന്ന് തുടക്കം കുറിക്കപ്പെട്ടാൽ അത് വാജിബായി പോകുമോ എന്ന ഭയം റസൂലുള്ളാഹിക്കുള്ളത് കൊണ്ടായിരിക്കാം. ഏതായാലും റസൂലുള്ളാഹി തങ്ങൾ ചെയ്തോ ചെയ്തില്ലയോ എന്ന തർക്കത്തിന് യാതൊരു പ്രസക്തിയുമില്ല. അത് ഇസ്ലാമിക പ്രമാണങ്ങളോട് എതിരാകുന്നതാണോ ഇസ്ലാമിക പ്രമാണങ്ങളോട് യോജിക്കുന്നതാണോ എന്നതാണ് വിഷയം. ആ ചർച്ചയിലേക്ക് വഹാബികൾ കടന്നു വരൂല. അതിനെപ്പറ്റി വഹാബികൾ മുണ്ടൂല. നബി ചെയ്തില്ല, ഹിജറ 300 ശേഷം ഉണ്ടായതാണ്, ഷാഫി ഇമാമ് ചെയ്തിട്ടില്ല, അനഫി ഇമാമ് ചെയ്തില്ല. എന്ത് മണ്ടന്മാരെ കൂട്ടരെ നിങ്ങള്! അങ്ങനെ എന്ത് നിയമം ഇസ്ലാമിലുണ്ടോ? ഹിജറ 300 മുമ്പ് ഉണ്ടാവണം, എന്നാലേ സുന്നത്താവുള്ളൂ. അല്ലെങ്കിൽ 2026 മുമ്പ് ഉണ്ടാകണം, എന്നാലേ സുന്നത്താവുള്ളൂ എന്നൊരു നിയമം എവിടെയുള്ളത്? അത് നിങ്ങൾ പറയണം. ഏത് കിതാബിലാണ് അതുള്ളത്? ഖുർആനിൽ എവിടെയാണുള്ളത്? ഏത് ഹദീസിലാണുള്ളത്? നിങ്ങളുടെ ഏത് ഇമാമാണത് പറഞ്ഞത്? അതാണ് വഹാബികളെ നിങ്ങൾ പറയേണ്ടത്. ഞങ്ങളിവിടെ സമർത്ഥിച്ചു കഴിഞ്ഞു. അള്ളാഹുവിൻ്റെ പ്രവാചകർ ചെയ്യട്ടെ ചെയ്യാതിരിക്കട്ടെ, ഒരു കാര്യം നന്മയാണ്, സദാചാരമാണ്, അമലും സാലിഹാണ് എന്ന് സ്ഥിരപ്പെടുന്ന, എന്ന് പ്രമാണങ്ങൾ കൊണ്ട് തെളിയിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ അക്കലും സഹീഹ് കൊണ്ട്, സലീമായ അക്കല് കൊണ്ട് തെളിയിക്കാൻ കഴിയുന്ന എല്ലാ മഅറൂഫുകളും സൽക്കർമ്മമാണ്, അത് അള്ളാഹുവിൻ്റെ അടുക്കൽ കൂലി കിട്ടുന്നതാണ് എന്ന് ഇസ്ലാമിക പ്രമാണങ്ങൾ കൊണ്ട് എല്ലാവരും തെളിയിച്ച പരമാർത്ഥമാണ്. അതിന് മറുപടി പറയാൻ കഴിയാത്തത് കൊണ്ടാണ് വഹാബികൾ സുന്നത്ത് എന്ന് കേൾക്കുമ്പോൾ അഖ്വാലുഹു അഫ്ആലുഹു തഖ്രീറാത്തുഹു, അത് ഈ സുന്നത്തല്ല പൊട്ടന്മാരെ. അത് ഖുർആന്, സുന്നത്ത്, ഇജ്മാ, ഖിയാസ് എന്ന് പറയുന്ന ഇസ്ലാമിക പ്രമാണങ്ങളെ പറ്റി പറയുമ്പോഴാണ് പ്രവർത്തിച്ചാൽ കൂലിയുള്ളതും ഉപേക്ഷിച്ചാൽ കുറ്റമില്ലാത്തതും എന്ന അർത്ഥത്തിലാണ് ഞങ്ങൾ നബിദിനാഘോഷം സുന്നത്താന്ന് പറയുന്നത്, മൗലിദ് സുന്നത്താന്ന് പറയുന്നത്. ആ അർത്ഥത്തിലുള്ള ഒരു പുണ്യകർമ്മവും നബിയുടെ കാലശേഷം ഉണ്ടാവാൻ പാടില്ല എന്ന് ഖുർആനിൽ എവിടെ, ഹദീസിൽ എവിടെ, ഏത് ഇമാമാ പറഞ്ഞത് തെളിയിക്കാൻ വഹാബികളെ വെല്ലുവിളിക്കുകയാണ്. അത് സ്വീകരിച്ച് മറുപടി പറയാൻ ഏതെങ്കിലും ആണായി പറഞ്ഞ വഹാബികൾ ഉണ്ടെങ്കിൽ അവരതിന് മറുപടിയുമായി വരട്ടെ. അപ്പം നമുക്ക് കാണാം. അല്ലാഹു തആല അവർക്കൊക്കെ ഹിദായത്ത് നൽകുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.